ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷന്റെ പേര് ഭീം എന്നാണ്. ഭാരത് സർക്കാരിന്റെ ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലോഞ്ച് ചെയ്തിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. 1.9 MB മാത്രം സൈസുള്ള ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് ഇത്. ഭാരത് സർക്കാരിന്റെ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എന്നാൽ അതിനു മുമ്പ് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാനായിട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും, സുഹൃത്തുക്കൾക്കോ മറ്റാർക്കെങ്കിലും നിങ്ങൾക്ക് പണം അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പണം അയക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ആ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. ആ മൊബൈൽ നമ്പറിന്റെ ത്രൂ ആയിരിക്കും നമ്മൾ ഈ ആപ്ലിക്കേഷനിലൂടെയുള്ള എല്ലാ പേയ്മെന്റും ചെയ്യുന്നത്. നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഈ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷന്റെ ത്രൂ പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില സ്റ്റെപ്സ് ആണ് ഇതിലുള്ളത്. എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ടൈം ഈ ആപ്ലിക്കേഷൻ ഇവിടെ നിന്നും ഓപ്പൺ ആക്കിയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ചൂസ് ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് 2 ലാംഗ്വേജുകൾ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ്, ഹിന്ദി. ഇവിടെ ഒന്നും നിങ്ങൾക്ക് ഹിന്ദിയാണ് വേണ്ടതെങ്കിൽ ഹിന്ദി സെലക്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഒരു വെൽക്കം നോട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൾ പേയ്മെന്റ്സ് ആർ ഡൺ യൂസിംഗ് സെക്യൂർഡ് നെറ്റ്വർക്ക് UPI. ഓക്കെ, ഓൾ മണി ഗോസ് ഡയറക്ട്ലി ഇൻ ടു യുവർ ബാങ്ക് അക്കൗണ്ട് ഇൻസ്റ്റന്റ്ലി. ഇതിൽ ഒരു പ്രത്യേകത, ഇതിൽ നിങ്ങൾ പണം ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷനുള്ളിലേക്ക് പണം വരത്തില്ല. ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് ടു ബാങ്ക് ട്രാൻസാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ പല ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മൂബിക്വിക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, അതേപോലെ പേടിഎം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, ഫ്രീ ചാർജ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷനുകളൊക്കെ തന്നെ ഓൺലൈൻ വാലറ്റ് ആയിരുന്നു. ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പണം നിക്ഷേപിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഈ ആപ്ലിക്കേഷൻ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷനിൽ ഡയറക്റ്റ് ആയിട്ട് ബാങ്ക് ടു ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് UPI ID ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ QR കോഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്താം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചും ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇതിന് താഴെയായിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ളത്, നിങ്ങളുടെ ബാങ്കിൽ വെരിഫൈഡ് ആയിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങൾ ഇവിടെ കൊടുത്ത് ഈ ആപ്ലിക്കേഷനിൽ അത് വെരിഫൈ ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചില പെർമിഷൻസ് ഇവിടെ ചോദിക്കും, അത് നിങ്ങൾ അലോ ചെയ്യുക. ഞാനിവിടെ 2 പെർമിഷനും അലോ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന സെയിം നമ്പർ തന്നെ ഇവിടെ കൊടുക്കണം. ഇവിടെ 2 സിം ഇടുന്ന ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ രണ്ടാമത്തെ സിം, അതായത് BSNLന്റെ സിം ആണ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പർ. അതുകൊണ്ട് ഞാൻ സിം 2 എന്നുള്ളത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഒരു പാസ്കോഡ് നമുക്ക് സെറ്റ് ചെയ്യണം. ഈ ആപ്ലിക്കേഷനിൽ ഞാനിവിടെ ഒരു പാസ്കോഡ് സെറ്റ് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുക്കുകയാണ്. വീണ്ടും ആ പാസ്കോഡ് കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബാങ്കുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ കാണുന്ന എല്ലാ ബാങ്കുകളിൽ നിന്നും പണം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഏതെങ്കിലും ഒരു ബാങ്ക് സെലക്ട് ചെയ്യുകയാണ്. അക്കൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡിറ്റക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഈ ബാങ്കിൽ നിന്നും പണം അയക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു കോഡ് സെറ്റ് ചെയ്യണം. ഈ കാണുന്ന ഈ ഓപ്ഷനിൽ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെൻഡ്, റിക്വസ്റ്റ്, സ്കാൻ, പേ എന്ന് പറയുന്ന 3 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിനുശേഷം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പെൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പേര്, അതേപോലെ QR കോഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ മൊബൈൽ നമ്പർ, എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി താഴെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതിനുശേഷം UPI പിൻ റിക്വയർഡ്, നിങ്ങളൊരു പിൻ സെറ്റ് ചെയ്യണം. സെറ്റ് UPI പിൻ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളൊരു പിൻ സെറ്റ് ചെയ്യണം. ഡെബിറ്റ് കാർഡിൻ്റെ ലാസ്റ്റിലത്തെ 6 ഡിജിറ്റ് കൊടുത്ത് ഇവിടെ നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റും ഇവിടെ കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ഈ പിൻ വെച്ച് ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് മറ്റു ബാങ്കുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇത് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ UPI പിൻ നിങ്ങൾ സെറ്റ് ചെയ്യണം. ഞാനിവിടെ പിൻ സെറ്റ് ചെയ്തിട്ടില്ല.
വീണ്ടും ആ സെയിം പേജിലേക്ക് തന്നെ വന്നു. ഇവിടെ ഞാൻ പിൻ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു OTP വന്നു. അതിനുശേഷം ഞാനിവിടെ UPI പിൻ സെറ്റ് ചെയ്തു. UPI പിൻ സെറ്റ് ചെയ്തതിനു ശേഷം ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒന്നും UPI പിൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം താഴെയായിട്ട് റിക്വസ്റ്റ് ബാലൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ റിക്വസ്റ്റ് ബാലൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്ത UPI പിൻ അത് ഇവിടെ കൊടുക്കണം. ഞാനിവിടെ ആ UPI പിൻ കൊടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ബാങ്കിൽ എത്ര രൂപ ബാലൻസ് ഉണ്ടെന്ന് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാനിത് ബ്ലർ ചെയ്താണ് കാണിക്കുന്നത്, നിങ്ങളെ കാണിക്കുന്നില്ല. ആദ്യം നിങ്ങൾ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ UPI നമ്പർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു മെസ്സേജ് നിങ്ങളുടെ മൊബൈലിൽ നിന്നും ബാങ്കിലേക്ക് പോകും. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ബാലൻസ് ഉണ്ടായിരിക്കണം, എന്നെങ്കിൽ മാത്രമേ ആ മെസ്സേജ് പോകത്തുള്ളൂ. അപ്പോൾ ബാലൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. അതേപോലെ നെറ്റ്വർക്ക് പ്രോപ്പറായിട്ടുള്ള നെറ്റ്വർക്ക് കണക്ഷനും ഉണ്ടെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക. ഇനി പണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇവിടെ സെൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ആർക്കാണോ നിങ്ങൾ പണം ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. അവരുടെയും ബാങ്കിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് അതിനുശേഷം നിങ്ങൾക്ക് പണം ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ലാസ്റ്റിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, സ്കാൻ ആൻഡ് പേ. നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്തും പണം സെൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്തായാലും ഈ ആപ്ലിക്കേഷൻ വന്നിട്ട് അധികം ദിവസമായില്ല. നിങ്ങൾക്ക് തുടക്കത്തിൽ ഇതിൽ ചില പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇതിന്റെ പുതിയ അപ്ഡേറ്റുകളിൽ ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. ട്രാൻസാക്ഷന്റെ സമയത്തും അതല്ല എന്നുണ്ടെങ്കിൽ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്തും ഒക്കെ തന്നെ ഇതിൽ പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ ഈ വീഡിയോ 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്യണമെന്ന് കരുതുകയാണ്. എന്നാൽ ഈ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഇതിൽ UPI പിൻ ഒന്നും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. ഞാൻ പല ബാങ്കുകൾ മാറി ട്രൈ ചെയ്തതിന് ശേഷമാണ് ഒരു ബാങ്കിൽ ഇപ്പോൾ UPI പിൻ സെറ്റ് ചെയ്യാൻ സാധിച്ചത്. തുടക്ക സമയമായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഇത് നല്ല രീതിയിൽ ഈ ആപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള പുതിയ വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.